ഞങ്ങൾക്ക് ലവ് ബേഡ്സിനെ വളർത്തേണ്ട ആവശ്യമില്ല. അല്ലാതെ തന്നെ നിറയെ കിളികൾ ഈ ബോഗൺവില്ലയുടെ ഉള്ളിൽ വന്നിരിക്കും. ഇത് കാണുന്നവരെല്ലാവരും ചോദിക്കും ഇത് എവിടെ നിന്നാണ് വാങ്ങിച്ചതെന്ന്, ഏത് നഴ്സറിയിൽ നിന്നാണ്. ഇതുമ്പോൾ 10 മാസം പൂവുണ്ടാവും. ഒരു പൂ കഴിയുന്നതിന് മുമ്പേ അടുത്തത് പൂക്കുണ്ടായിക്കൊണ്ടിരിക്കും. പിന്നെ നമ്മളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെടികൾക്കായാലും കുട്ടികളെ ആയാലും ഒരു പരിധി വരെ അവരുടെ ഇഷ്ടത്തിന് അവർ നമ്മൾ വിടണം. അല്ലാതെ ഒരു ചെടി നട്ടു അപ്പം തന്നെ അതിനെ പറിച്ച് വേറെ സ്ഥലത്തേക്ക് നട്ടു പിന്നെ കുറേ അധികം വളം കൊടുത്തു, കുറേ അധികം വെള്ളം കൊടുത്തു, നന്നാവില്ല. അവരുടെ ഇഷ്ടത്തിന് കുറച്ച് വിട്ടുണ്ടെങ്കിൽ അവർ സ്വയം നന്നായി വന്നോളും. ഞങ്ങളുടെ വീടിൻ്റെ മെയിൻ അട്രാക്ഷൻ ഈ ഗ്രാസാണെന്ന് തോന്നുന്നുണ്ട്. പൂക്കൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പൂക്കളില്ലാതും ചെടികളൊന്നും ഇല്ലാതെ എനിക്ക് പറ്റില്ല. എനിക്ക് ഭയങ്കരമായിട്ട് എനർജി തരുന്നൊരു സംഭവമാണ് ഈ ചെടികൾ. രാവിലെ ഞാൻ നനയ്ക്കാൻ ഇറങ്ങുമ്പോൾ നിറയെ പക്ഷികളുണ്ടാവും. പുല്ലിനകത്ത് ചെറിയ പ്രാണികളൊക്കെ പിടിച്ചു തിന്നാനായിട്ട് കൊക്ക്, മൈന, കുറേ കിളികൾ വരാറുണ്ട്. എൻ്റെ പേര് ആൻ്റണി എന്നാണ്. ഞങ്ങൾക്ക് ട്രഡീഷണലായിട്ട് ആയുർവേദ മരുന്നിൻ്റെ ബിസിനസ്സാണ്. 30 വർഷമായി ഞങ്ങളിവിടെ താമസാക്കിയിട്ട്. ഫുഡിൻ്റെ ഒരു കമ്പനീൻ്റെ മക്കൾ 2 ബിസിനസ് നോക്കുന്നത്. എൻ്റെ പേര് എൽസി. തൃശ്ശൂർ ജില്ലയിൽ നെല്ലായിയാണ് ഞങ്ങളുടെ വീട് ഇരിക്കുന്നത്. 30 വർഷമായി ഇവിടേക്ക് താമസം മാറ്റിയിട്ട്. അന്നേ തുടങ്ങിയ ഗാർഡൻ ഉണ്ട്. അപ്പോൾ അന്നത്തെ എൻജിനീയർ ഒരു ഔട്ട്ലൈൻ വരച്ച് തന്നായിരുന്നു ആദ്യമേ. പിന്നെ എനിക്കിഷ്ടപ്പെട്ട ആദ്യം മെക്സിക്കൻ ഗ്രാസ് ആയിരുന്നു, പിന്നെ ബഫല്ലോ ഗ്രാസ് വെച്ച് നോക്കി. ഇതൊക്കെ പറ്റാണ്ട് മൊണ്ടോ ഗ്രാസ്, അതെനിക്കിപ്പോൾ സൂട്ടായി. ഇത് ഷെഫ്ലോറയാണ്. മെയിൻ്റനൻസ് വളരെ കുറച്ച് വേണ്ട ചെടിയാണിത്. ഇതാദ്യം ഇവിടെ കാലുമ ചെടിച്ചട്ടിയില വെച്ചുകൊണ്ടിരുന്നത്. ഇപ്പം ഞാനിവിടെ താഴത്തേക്ക് മണ്ണിലിറക്കി നട്ടു. ഇനി അത് ഒരു ഉയരം വരുമ്പോൾ കൃത്യമായിട്ട് ലെവൽ ചെയ്ത് വെട്ടി നിർത്താനാണ് എൻ്റെ ഐഡിയ. മെയിൻ്റനൻസ് വേണ്ടാത്ത ഒരു നല്ലൊരു ചെടിയാണ്. എല്ലാവർക്കും യഥേഷ്ടം വയ്ക്കാം. നല്ല കളർഫുള്ളായിരിക്കും ആൾ. പിന്നെ നമുക്ക് ആവശ്യത്തിന് വല്ലപ്പോഴൊക്കെ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. നല്ല തിക്കായിട്ട് വളരുകയും ചെയ്യും. ഈ ബൊഗൺവില്ല സിംഗപ്പൂർ പിങ്കാണ്. ഇതുമ്പോൾ 10 മാസം പൂവുണ്ടാവും. നല്ല മഴയുള്ള ജൂലൈ ഓഗസ്റ്റ് മാസത്തിൽ മാത്രമേ ഇച്ചിരി പൂ കുറവുകയുള്ളൂ. പിന്നെ ഒരു പൂ കഴിയുന്നതിന് മുമ്പേ അടുത്തത് പൂക്കുണ്ടായിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് എപ്പോഴും പൂവായിട്ട് തോന്നും നമുക്ക്. ഇങ്ങനെ പൂവില്ലാത്തൊരു സമയം ഉണ്ടാവില്ല. ഇത് ട്രയാങ്കിൾ ഫൈക്കസ് എന്ന് പറയും. വെട്ടി നിർത്തിയിട്ടുണ്ടെങ്കിൽ നല്ല ബോൾ പോലെ നിൽക്കും. വലിയ കെയറിങ് ഒന്നും വേണ്ട, അവിടെ നിന്നോളും. ഇതെല്ലാം അഗ്ലോണിമയാണ്. ഇത് കെയറിങ് എളുപ്പമാണ്. പെട്ടെന്ന് തൈകളുണ്ടാകും. മാറ്റി മാറ്റി നട്ടാൽ മതി. നമുക്ക് കുറേ അധികം ചട്ടികളിലേക്ക് മാറ്റി നടാൻ പറ്റും. കാണാനും ഒരു ഭംഗിയായിരിക്കുമല്ലോ. ഇത് ഒരു ചട്ടി വാങ്ങിച്ചതാണ്. അന്ന് ഒറ്റ കടയുണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇതിന് പെട്ടെന്ന് തൈകൾ വരും. അപ്പോൾ അത് നമുക്ക് മാറ്റി നട്ട് കുറച്ചധികം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ അത് ഒന്നിച്ചിരിക്കുമ്പോൾ കാണാനൊരു ഭംഗിയാണല്ലോ. ഒരേ സൈസ് ചെടികളായി കഴിയുമ്പോൾ ഒരു ഭംഗിയില്ലേ. ഇത് ജയ്പം ബ്രെഡാണ്. ഇത് നല്ല വിലയുള്ള ചെടിയാണ്. കാണാനും നല്ല ഭംഗിയുണ്ടല്ലോ. ഇത് അലോക്കേഷ്യ. ഇതൊരു ഈ ചേമ്പ് വർഗ്ഗത്തിൽ പെട്ടതാണ്. എല്ലാ വർഷവും പോവും. പിന്നെ അതിൻ്റെ കായ എടുത്തിട്ട് നമുക്ക് വേറെ പ്ലാന്റ് ചെയ്താൽ മതി. ഇത് നമ്മുടെ നാടൻ റോസാണ്. എപ്പോഴും പൂവുണ്ടാവും. 30 വർഷം പഴക്കമുള്ള ചെത്തിയാണിത്. ഇവ നിറയെ പൂവുണ്ടാവും. ഇപ്പോൾ പൂ കുറഞ്ഞൊടിഞ്ഞ് കുറേ പ്രായത്തി. ഇനിയിപ്പോൾ ഇത് മാറ്റി വേറെ പ്ലാന്റ് ചെയ്യണം. ഇത് അസ്പരാഗസ് എന്ന് പറഞ്ഞ ചെടിയാണ്. നല്ല ഫ്ലവർ ഡെക്കറേഷന് ഏറ്റവും പറ്റിയ ചെടിയാണ്. പൂവൊന്നും ഉണ്ടാവില്ല. നമ്മുടെ പണ്ടത്തെ ശതാവരി കിഴങ്ങൊക്കെ ഇല്ലേ, അതിൻ്റെ പോലെയുള്ളൊരു ചെടി. പള്ളിയിലേക്ക് ഡെക്കറേഷന് വേണ്ടിയിട്ട് കൊണ്ടുപോകാറുണ്ട് ആദ്യം. ഇപ്പോഴല്ല, പണ്ടൊക്കെ കൊണ്ടുപോകാറുണ്ട്. അരേലിയാണ്. ഇത് നല്ല ഭംഗിയിൽ നമുക്ക് വെട്ടി നിർത്തിയിട്ടുണ്ടെങ്കിൽ ബോർഡറായിട്ട് വെക്കാൻ പറ്റും. ഞാനിപ്പോൾ ചെടിച്ചട്ടിയിലാണ് വെച്ചിരിക്കുന്നത്. നല്ല ചെടിയാണത്. ഇതിൻ്റെ തന്നെ വൈറ്റ് കുറവുള്ളൊരു അരേലിയാണത്. ഇത് വൈറ്റ് റോസ്. ഇതുമേ നിറയെ പൂവുണ്ടാവും. നമ്മളൊന്നും ചെയ്യണ്ട, അത് തന്നെ നല്ല എപ്പോഴെപ്പോഴും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. പിന്നെ അത് ഫിലോഡെൻഡ്രം. അത് ഞാൻ ആ വാളുമ്മ ഇങ്ങനെ കയറ്റി വിട്ടതാണ്. അത്യാവശ്യം വെയിൽ കൊണ്ടാലും ആൾക്ക് കുഴപ്പമില്ലാണ്ട് അങ്ങനെ നിന്നോളും. ഇത് ക്രിപ്റ്റാന്തസ്. ഇതും ഇതുപോലെ തന്നെ നിറയെ തൈകൾ വരും. അപ്പോൾ അതിനകത്തുനിന്ന് തൈ പറിച്ച് വെച്ചെടുത്ത് നമുക്ക് വേറെ പുതിയ ചട്ടികളിലേക്ക് മാറ്റി നടാവുന്നതാണല്ലോ. ഇതൊക്കെ ഇപ്പോൾ അതിൻ്റെ പുതിയ തൈകൾ വന്നതാണ്. ഇതിൻ്റെ നടുക്കുള്ള ആ ചക്ക ഒടിച്ച് കളഞ്ഞാൽ നിറയെ തൈകൾ ഉണ്ടാവും. അപ്പോൾ അത് നമുക്ക് വേറെ ചട്ടികളിലേക്ക് മാറ്റി നട്ടിട്ട് പുതിയ തൈകൾ ഉണ്ടാക്കിയെടുക്കാം. ഇത് ഫിലോഡെൻഡ്രം. ഇതൊരു പ്രത്യേക ടൈപ്പാണെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട. ഇത് ഞാൻ പെയിൻ്റ് അടിച്ചതാണ്. ഇത് ബിഗോണിയ. കെയർ ചെയ്യാൻ നല്ല എളുപ്പമുള്ള ചെടിയാണ്. നല്ല ബുഷ് ബൊട്ടായിട്ട് നിൽക്കും. നല്ല കാണാനും നല്ല ഭംഗിയാണ്. ഇച്ചിരി വെയിലൊക്കെ കൊണ്ടാലും ആൾക്കൊരു കുഴപ്പം വരില്ല. ഇത് നോർമൽ ബിഗോണിയാണ്. ഇതതിൻ്റെ ബ്ലാക്ക്, അവിടെ ഒരു ഗ്രീന്. ഈ ബിഗോണിയ മരത്തേലും പിടിച്ച് കയറിക്കോളും. നമ്മൾ ചേർത്ത് വെച്ച് കൊടുത്താൽ മതി ചട്ടി, അതൊന്ന് പിടിച്ച് കയറിക്കോളും. ഇത് CC പ്ലാന്റ്. ഇത് ഒരു കട മേടിച്ചതാണ്. പിന്നെ അതിനകത്തുനിന്ന് തൈ പൊട്ടിച്ച് നിറയെ ഉണ്ട്. ഇത് ഫേൺ.
ഡയമണ്ട് മെയ്ഡൻ ഹെയർ ആണ്. നിറയെ തിക്കായിട്ട് വളരും, വലിയ സൈസായിരിക്കും ചെയ്യും. ഈ ബാമ്പു ബാലി ബാമ്പു നമുക്ക് വാളായിട്ട് വീടിൻ്റെ സൈഡിലൊക്കെ വയ്ക്കാൻ നല്ല ഭംഗിയിൽ നമുക്ക് കട്ട് ചെയ്ത് നിർത്തിയിട്ടുണ്ടെങ്കിൽ നല്ല ബുഷായിട്ട് നിൽക്കും. 10 വർഷം മുമ്പ് വെച്ച ബാമ്പുവാണിത്. പിന്നെ നമ്മൾക്ക് ഇത് കട്ട് ചെയ്ത് എത്ര ഉയരം വേണോ എന്ന് നമ്മൾ തീരുമാനിക്കണ പോലെ ഇരിക്കും. അപ്പോൾ അത് നല്ല ഭംഗിയിൽ നല്ല ബുഷായിട്ട് നിൽക്കും. ഉയർന്നു പോകണമെന്നുണ്ടെങ്കിൽ അങ്ങനെ പോവാം. ഇതും സിംഗപ്പൂർ പിങ്കാണ്. നമുക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും ഇത് വളർത്തിയെടുക്കാം. കട്ട് ചെയ്യാൻ എളുപ്പമാണ്. പിന്നെ ഇതിന് പ്രത്യേകത മുള്ളില്ല. ഇതിന് മുള്ളില്ലാത്ത ചെടിയാണ്. 10 മാസവും പൂവുണ്ടായിക്കൊണ്ടേയിരിക്കും. ഒരേ ചെടി തന്നെ ഞാൻ അധികം വെച്ചിരിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് മെയിൻ്റനൻസ് വളരെ കുറവുള്ള ചെടികളാണെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ എളുപ്പമാണല്ലോ. പിന്നെ കാണാനും ഒരു ഭംഗി ഉണ്ടാവും. ആകെ വരണ്ട ഉണങ്ങിയിരിക്കുന്നതിനൊക്കെ നല്ലതല്ലേ. അതുകൊണ്ടാണ് ഞാൻ ഒരേ ചെടി തന്നെ അധികം വയ്ക്കുന്നത്. എനിക്ക് ആകെ പൂവുള്ള ചെടി ബൊഗേൺവില്ല മാത്രമേ ഉള്ളൂ. അത് എനിക്ക് ഇഷ്ടപ്പെട്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 10 മാസം അതുമ്പോൾ പൂവുണ്ടാവും. ജൂലൈ ഓഗസ്റ്റ് മാസത്തിൽ മാത്രമേ പൂവില്ലാത്തതുള്ളൂ. പിന്നെ എപ്പോഴും പൂവാണ്. പിടിച്ച് കിട്ടാൻ ഇത്തിരി ബുദ്ധിമുട്ടാണെങ്കിലും പിടിച്ച് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ അത് കൊണ്ടു നടക്കാൻ പറ്റും. കട്ട് ചെയ്യണ്ട, ഇങ്ങനെ പൂത്ത് നിന്നോളും. ഞാനിപ്പോൾ ഈ റിങ്ങുമ്മയൊക്കെ ഇവിടെ കയറ്റി വിട്ടിട്ടുണ്ട്. ഇത് നട്ടത് പിന്നെ ഇതുവരെ വെട്ടിയിട്ടില്ല. ഇതിനെയൊക്കെ പതുക്കെ ഒന്ന് കട്ട് ചെയ്യും മഴക്കാലം വരുമ്പോൾ. അതിനൊന്നും ചെയ്തിട്ടില്ല. ഞങ്ങളുടെ വീടിൻ്റെ മെയിൻ അട്രാക്ഷൻ ഈ ഗ്രാസാണെന്ന് തോന്നുന്നുണ്ട്. ഇത് ഡാർഫ് മോണ്ടോ ഗ്രാസ് എന്ന് പറയും, നീഡിൽ ഗ്രാസ് എന്നും പറയും. ഇത് നമുക്ക് നടക്കുകയോ എന്ത് വേണേലും ചെയ്യാം, ഒരു കുഴപ്പമില്ല. തൈകൾ പറിച്ച് മാറ്റി നട്ടാൽ മതി. പിന്നെ കുറേ പേര് ഇപ്പോൾ ചോദിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ സെയിൽ തുടങ്ങാൻ ഉദ്ദേശിച്ചിട്ടുണ്ട്. പിടിച്ച് കിട്ടിയിട്ടുണ്ടെങ്കിൽ പിന്നെ വളർന്നോളും. വലിയ കെയറിങ് വേണ്ട, വളമൊന്നും അധികം വേണ്ട, വെട്ടേണ്ട ആവശ്യമില്ലല്ലോ. നമ്മൾ നടുന്നിടത്ത് തന്നെ നിന്നോളും, തിക്കായിട്ട് നിന്നോളും. അവിടെ നിന്ന് ഒരിടത്തേക്കും പോവില്ല ആൾ. ഇത് മണ്ണ് കൊത്തിയിളക്കി സാധാരണ പ്ലാന്റ് നടുന്ന പോലെ നട്ടാൽ മതി. അത്യാവശ്യം വളമൊക്കെ ഇട്ട് എല്ലുപൊടി, ചാണകപ്പൊടി അധികം ഉപയോഗിക്കാതിരിക്കാൻ നല്ലത്. കളപ്പുല്ല് അധികം വരും. അതുകൊണ്ട് എല്ലുപൊടിയും കൊക്കോപ്പിറ്റും കൊത്തിയിളക്കി ഓരോന്ന് നട്ടു കൊടുത്താൽ മതി. ഒരു 6 മാസം കൊണ്ട് തിക്കാവും. ഇവിടെ ആദ്യം ബഫലോ ഗ്രാസ് വെച്ചു, പിന്നെ വെരിഗേറ്റഡ് വെച്ചു, മെക്സിക്കൻ ഗ്രാസ് വെച്ചു. ഇതൊക്കെ കട്ട് ചെയ്യണം. വലിയ കളപ്പുല്ലും ഭയങ്കര പണി. ഇതാണെങ്കിൽ നമുക്ക് നട്ടു കൊടുത്താൽ മതി, പിന്നെ വെട്ടണ്ട. അതാണ് ഏറ്റവും വലിയ ഗുണം. പിന്നെ തിക്കായിട്ടുണ്ടെങ്കിൽ പിന്നെ കളപ്പുല്ല് വരില്ല. ഇവിടെ കമ്പോസ്റ്റിൻ്റെ ടാങ്ക് ഉണ്ട്, 3 വലിയ ടാങ്കുകളുണ്ട്. അപ്പം ഞങ്ങളുടെ ആയുർവേദ മരുന്നിൻ്റെ വേസ്റ്റൊക്കെ കൊണ്ടുവന്നിട്ട് അതിനകത്തേക്ക് ഡബ് ചെയ്യും. അങ്ങനെയാണ് അത് വളമാക്കിയിട്ടാണ് എല്ലാ ചെടികൾക്കും ഉപയോഗിക്കുന്നത്. അതായത് രാസവളങ്ങൾ അധികമൊന്നും ഉപയോഗിക്കാറില്ല, മരുന്നടിക്കാറുമില്ല. മരുന്നടിക്കേണ്ടതായ ആവശ്യമില്ല ഐറ്റങ്ങൾക്കൊന്നും. എൻ്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഒരു ചെടിയെ വാങ്ങിക്കുള്ളൂ. അധികം ചെടികൾ മേടിച്ചിട്ട് പൈസ സ്പെൻഡ് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടില്ല. അപ്പോൾ ആ ഒന്നിൽ തന്നെ കുറേ അധികം ചെടികൾ ഉണ്ടാക്കിയെടുക്കുക, അതാണ് എൻ്റെ ലക്ഷ്യം. പിന്നെ നമ്മളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെടികൾക്കായാലും കുട്ടികളെ ആയാലും ഒരു പരിധി വരെ അവരുടെ ഇഷ്ടത്തിന് അവർ നമ്മൾ വിടണം. അല്ലാതെ ഒരു ചെടി നട്ടു അപ്പം തന്നെ അതിനെ പറിച്ച് വേറെ സ്ഥലത്തേക്ക് നട്ടു പിന്നെ കുറേ അധികം വളം കൊടുത്തു, കുറേ അധികം വെള്ളം കൊടുത്തു, നന്നാവില്ല. അവരുടെ ഇഷ്ടത്തിന് കുറച്ച് വിട്ടുണ്ടെങ്കിൽ അവർ സ്വയം നന്നായി വന്നോളും. ഞാൻ ഒന്നിടവിട്ട ദിവസങ്ങളിലാണ് നനയ്ക്കുക. ഇന്ന് കാലത്ത് നനച്ചാൽ നാളെ പിന്നെ വൈകിട്ടേ നനയ്ക്കുള്ളൂ. അത്രയ്ക്ക് വെള്ളം ആവശ്യമുള്ള ചെടികളെ എനിക്കുള്ളൂ. ആദ്യമേ കുറേ അധികം ചെടികളുണ്ടായിരുന്നു, പല വെറൈറ്റി ചെടികളോ ഓർക്കിഡുകളോ എല്ലാം ഉണ്ടായിരുന്നു. പിന്നെ എനിക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റണത് മാത്രം നിർത്തിയിട്ട് ബാക്കി എല്ലാവരെയും വിട്ടുകളഞ്ഞു. പിന്നെ എൻ്റെ ഫാമിലി ഭയങ്കര സപ്പോർട്ടാണ്, ഹസ്ബൻഡ് പ്രത്യേകിച്ച്, മക്കളും എല്ലാവരും നല്ല സപ്പോർട്ടാണ്. കുറച്ച് ചെടികളുള്ളെങ്കിലും അത് നല്ല നീറ്റായിട്ട് വയ്ക്കണം എന്നുള്ളൊരാഗ്രഹമുണ്ട്. ഇതെൻ്റെ മനസ്സിൻ്റെ ഒരു ഇഷ്ടമാണ് ഈ ചെടികൾ. പിന്നെ ഇത് കൂടാതെ ഞാൻ ഫുഡിൻ്റെ കാര്യങ്ങളെല്ലാം നോക്കുന്നുണ്ട്, അച്ചാറുകളുടെ കാര്യങ്ങൾ നോക്കുന്നുണ്ട്, എംബ്രോയിഡറി ചെയ്യുന്നുണ്ട്. ഈ സാരി ഇപ്പം ഞാൻ എംബ്രോയിഡറി ചെയ്താണ്. ഇത് കസൂത്തി വർക്ക്, ഇത് കൂടാതെ കച്ച് വർക്കുണ്ട്. അങ്ങനത്തെ വർക്കുകൾ ഞാൻ ചെയ്യുന്നുണ്ട്. അതൊക്കെ എൻ്റെ ഒരു ഇഷ്ടം. അതൊക്കെ രാത്രി ഇരുന്ന് ചെയ്യണ പണികളാണ്. പകലും ഞാൻ ഫുഡിൻ്റെ കാര്യങ്ങൾ നോക്കും, രാവിലെ ചെടികളിലേക്ക് ഇറങ്ങും. 30 വർഷമായി എന്നുണ്ടെങ്കിലും എനിക്ക് മടുപ്പ് തോന്നണില്ല ചെടികൾ നടാനായിട്ടൊന്നും. ഇനിയും ഇങ്ങനെ കൊണ്ടു നടക്കാം, ഭംഗിയിൽ കൊണ്ടു നടക്കണം എന്നുള്ളത് തന്നെയാണ് എൻ്റെ ആഗ്രഹം. ഈ ഗ്രാസ് ഇനി കൂട്ടി നടണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അതിൻ്റെ പിന്നാലെയാണ് ഇപ്പോൾ.